എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വന്നു കഴിഞ്ഞപ്പോൾ തൊടിയും വീട് സ്ഥലവും എല്ലാം പരിസരം എല്ലാം അങ്ങ് ആകെ കാട് പിടിച്ച് കിടക്കുകയാണെന്ന്. എനിക്കിതൊക്കെ വൃത്തിയാക്കി തരുന്നത് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഫ്രണ്ട് ശാന്തമ്മയാണ്. രജനിയെ കൊണ്ട് തന്നെ എല്ലാം ഒന്നും പറ്റില്ല. രജനി അടുക്കളയിലെ കാര്യമേ ചെയ്യുള്ളൂ. അപ്പം മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ ശാന്തമ്മയെ വിളിക്കാറുണ്ട്. അപ്പം ശാന്തമ്മയാണിത്. ശാന്തമ്മ ഞാൻ ചോരുന്ന് കാണിക്കട്ടെ. ഇതാ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഇതാ ശാന്തമ്മയെ കണ്ടു. ഇതാണ് എൻ്റെ ശാന്തമ്മ. ഇവിടെ എന്താ കാണില്ല, പുറത്ത് നിന്നേരി ഇതാണ് ശാന്തമ്മ. നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്യും, തൊടിയൊക്കെ വൃത്തിയാക്കും. ശാന്തമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ്. ശാന്തമ്മയ്ക്ക് മക്കളും ഭർത്താവും ഒക്കെ ജോലിയുള്ള ആൾക്കാരാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എന്നെ ഒന്ന് സഹായിക്കും. നല്ല സ്നേഹമുള്ള ലേഡിയാണ് ശാന്തമ്മ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പം ഇന്ന് വന്നതാണ്. എനിക്ക് പരിസരമൊക്കെ ഇപ്പം നീറ്റാക്കി തരും. നല്ലൊരു സ്നേഹമുള്ള നല്ലൊരു മാന്യയായ ഒരു ലേഡിയാണ് ശാന്തമ്മ. എനിക്കിപ്പം 30 വർഷമായിട്ടുള്ള പരിചയമാണ് ശാന്തമ്മ. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് സഹായിച്ചു തരും. അതെ, 33 കൊല്ലത്തോളം. ശാന്ത ഇപ്പം എത്ര കൊല്ലമായി ശാന്ത നമ്മൾ പരിചയം? ഞാൻ പിന്നെ അതെ മക്കളെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. ചെറിയ മകനിപ്പം 33 വയസ്സായെന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ ഇതായിട്ട് ശാന്തമ്മ ഇപ്പം ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എടുത്തു. ശാന്തം അല്ല, അങ്ങനെ കിട്ടില്ല. ഇത് വീട് കാണിച്ചു തരൂ ടീച്ചറെന്ന് പറയാം. വീഡിയോ ആയിട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇടാം, മോൻ്റെത്തിലേക്ക് ഇടാം. അപ്പോൾ ശാന്തമ്മയ്ക്ക് അല്ലേ എപ്പോഴും വരുമ്പം കാണാമല്ലോ. വളരെ സന്തോഷമായി ഞാനിത് എടുക്കുന്നു. അവരുടെയൊക്കെ മനസ്സ് അത്രയും നിഷ്കളങ്കമാണല്ലോ. അത് കാരണം കൊണ്ട് അവരുടെയൊക്കെ മനസ്സ് അത്രയും നിഷ്കളങ്കമായ മനസ്സാണ്. ശാന്ത ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു അത് പറയൂ. നന്നായി പോയല്ലേ. പിന്നെ ഞങ്ങൾ 1 മാസത്തോളം ആയില്ലേ കുട്ടികളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഇന്ന് ശാന്തമ്മയുള്ളതുകൊണ്ട് എനിക്ക് എടുത്തു. വളരെ ആശ്വാസമാണ് എല്ലാം. പിന്നെ പറ്റിയാൽ നാളെയും കൂടെ നിന്നാൽ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ശരിയാക്കി തരണേ. ഗാർഡനെല്ലാം പോയി കിടക്കാം. നാളെ ഒഴിവുണ്ടോ? നാളെ കൂടെ നിന്നാൽ എനിക്ക് എല്ലാം ഒന്ന് നീറ്റാക്കി കിട്ടണം. എൻ്റെ കോവലൊക്കെ പോയല്ലോ ശാന്തേ. എന്താ ചെയ്യുക? ശാന്ത 2 ദിവസം കൊണ്ടൊക്കെ നീറ്റാക്കും. മുക്കാലും അവൾ ഇന്നുകൊണ്ട് തന്നെ തീർക്കും. പണി മടിയേയില്ല, നിന്ന് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ രാവിലത്തെ ഫുഡ് കോറക്കഞ്ഞിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അതെ പോകും. അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ ചുറ്റുവട്ടമൊക്കെ വൃത്തിയാക്കലൊക്കെയാണ് ശാന്തയുടെ ജോലി. രജനി 11 മണിയായിട്ടല്ലേ വരൂ. ഇതാ പുല്ലൊക്കെ വലിച്ചിങ്ങോട്ടിരുന്നുണ്ട് മുറ്റത്തേക്ക്. മുറ്റമൊക്കെ ആകെ ഒരു മാതിരി ആയിപ്പോയി ശാന്തയെ. എന്നാ പറയാൻ. ശാന്തയുടെ മക്കളെയൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ചെറിയ മകനാണ് ഇപ്പം 33 വയസ്സായി എന്ന് പറഞ്ഞത്. അവന് കല്യാണമൊന്നും ആയിട്ടില്ല. അതൊക്കെ ശാന്തയ്ക്കൊരു വിഷമമുണ്ട് ആകാത്തതിൽ. പിന്നെ വേറൊരു കുട്ടി നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയായിരുന്നു. അവനതിനിടയിൽ കൂടെ മരിച്ചു. ഇതെല്ലാം കൂടെ പുള്ളിക്കാരത്തി ഒരുപാട് വിഷമങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. എന്നാലും ഏത് നേരവും ചിരിച്ച മുഖമാണ്. ഒരിക്കലും ഇങ്ങനെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ച മുഖവുമായിട്ട് ഇരിക്കുകയാണ് പുള്ളിക്കാരത്തിയുടെ ഒരു നേച്ചർ. അപ്പോൾ അങ്ങനെ അതാണല്ലോ നല്ലത്. അങ്ങനെ ഗാർഡനൊക്കെ വൃത്തിയാക്കുകയാണ്. ഞാനൊരു കസേരയൊക്കെ ഇട്ട് കൊടുത്തതിൽ ഇതായിട്ടിരിക്കുക. ഇനി ശാന്തമ്മയുടെ കൂട്ടിൽ ഞാനിത്തിരി വെറ്റില മുറുക്കട്ടെ. അതെ വിഷമം അതാ പറയുന്നതല്ലേ, വിഷമം വേറെ, അത് മനസ്സിലിരിക്കട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിൽ വിഷമം വെച്ചിട്ട് നടന്ന് പണിയെടുക്കുക. എത്ര നല്ല വരുമാനമൊക്കെ ഉള്ള സമയത്തും വന്ന് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ പിന്നെ മൊത്തം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുള്ള കാലമല്ലേ. പക്ഷേ നല്ല വരുമാനമുള്ള സമയത്തും എനിക്ക് വന്ന് അത്യാവശ്യം ചെയ്തു തരും. എനിക്കെന്നല്ല, ഇവിടെ പലർക്കും ശാന്തയെ കൊണ്ട് സഹായമാണ്. അപ്പം ഞാൻ ശാന്തയെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. ഇവിടെയാണെങ്കിൽ കാർ പോർച്ച് മുഴുവൻ ഇന്നലെ വന്നതിൻ്റെ തുണികളെല്ലാം കഴുകിയിട്ടിരിക്കുകയാണ്. 2-3 ആഴ്ച അല്ല, 26 ദിവസം പിള്ളേരുടെ അടുത്തായിരുന്നു. അതെ 26 ദിവസം മക്കളുടെ അടുത്തായിരുന്നു. എന്തൊരു സുഖമായിരുന്നു, സമാധാനമായിരുന്നു. ഒരു പണിയില്ലല്ലോ. അതെ ഒരു പണിയുമില്ല, ഒന്നും അറിയണ്ട. അങ്ങനെയൊക്കെ സുഖമയമായിരുന്നു. ശാന്ത ആദ്യം തന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ്. പിന്നെ ബാക്കിലേക്കൊക്കെ പോവും. ബാക്കിലൊക്കെ പണിയുണ്ട്. ഇന്ന്
ഒരുപാട് തുണികളും ഇവിടെ കഴുകിയിട്ടിട്ടുണ്ട്. മെഷീനിൽ 2-3 പ്രാവശ്യം കഴുകി. ഇനി ഒരുപാട് കഴുകാൻ കിടക്കുന്നു. രജനി 11-11:30 ആവുമല്ലോ വരാൻ. അങ്ങനെയിടല്ലേ ലത എവിടെ പോന്നു? അതെയോ? ലത കാറെടുക്കുന്നു പോകാൻ. ഓക്കെ ബായ്. ശ്രുതി എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്താണല്ലോ പോകുന്നിടത്ത് വർക്ക് ചെയ്യാനാണോ? ഞാൻ കേട്ടില്ല, എവിടെ പോകുന്നെന്ന് പറഞ്ഞു. ആരെ? സുധി. അതെ. നമ്മൾ വരാനൊന്നും താല്പര്യമില്ലായിരുന്നു ശാന്തമ്മേ. പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വരണ്ടേ? കുട്ടികളിപ്പോൾ എന്തിനാണ് അതോ തിരക്ക് പിടിച്ച് ഓടുന്ന അമ്മയെന്നൊക്കെ ചോദിച്ചു. അതെ, ഇത് വെച്ച് വീട് എനിക്കൊരു കാട്ടിനകത്തോട്ട് കയറിയ പോലെ ഒരു ഫീലിങ്സ് ആയിപ്പോയി കേട്ടോ ശാന്തേ. ശാന്ത രാവിലെ എന്ത് കഴിച്ചു? അതെയോ? ഇല്ലെങ്കിൽ പുട്ടുണ്ടാക്കി തരാം. പുട്ട് വേണ്ടാത്ത നെഞ്ഞ് നീറുമെന്ന്. വലിയ ചിട്ട. അതേ കണ്ടില്ല, ഇത്രയും പുല്ല് മുറ്റത്ത് നിൽക്കുന്ന പുല്ലായി കാണുന്നത് കേട്ടോ കൂട്ടുകാരെ. ഇതാ വലിച്ചിടുന്ന കണ്ടോ? എന്തോ ചെയ്യാനാ, നമ്മൾ ഒരു മാസം ഇരുന്നെങ്കിൽ വീട്ടിൻ്റെ മുകളിലോട്ടും കൂടെ പുല്ല് പടർന്നേനെ. അല്ലേ, രണ്ടാമത്തെ കാർപോർട്ടിലെ തുണിയെല്ലാം കിടക്കുന്നത്. ഇനി ഒരുപാട് അത് അവിടെ എല്ലാം കഴുകി വിരിച്ചിട്ടുണ്ട് ശാന്തേ. അതെനിക്കും അറിയാം. അതെ. പാക്ക് അടയ്ക്ക കടിക്കാനേ പറ്റുന്നില്ല ശാന്തേ. നല്ല കട്ടി. നീ എങ്ങനത്തെ കടിക്കും? അതുകൊണ്ടാവും ഭയങ്കര കട്ടിയായില്ലേ. ശാന്തമ്മ മുറുക്കുമ്പോൾ എനിക്കും ഇത്തിരി വലിയ മുറുക്കാൻ തന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്കത് കടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ശാന്തമ്മ അതിനെ കുത്തിപ്പൊളിക്കുകയാണ്. അടയ്ക്ക ചവയ്ക്കാൻ പറ്റുന്നില്ല. ടീച്ചറെ ചുണ്ണാമ്പ് നോക്കിയേ കഴിക്കാവേ എന്നൊക്കെ പറഞ്ഞു എന്നോട്. അതെ വെറ്റില തിന്നാനൊരു പൂതി. അപ്പം ഞാനങ്ങനെ വെറ്റില അടയ്ക്കൊക്കെ ഇതുകൊണ്ടിരിക്കാം. ശാന്ത എനിക്കൊരു അടിപൊളി സെറ്റപ്പ് ഒരു ഗാർഡൻ ഉണ്ടാക്കി തരണം കേട്ടോ. ഇന്നിപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കിയാൽ മതി. അതെ. ഞാൻ പോകുന്നതിൻ്റെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ അവൻ ചെയ്ത് തന്നതല്ലേ. അപ്പോൾ ഒരു മാസം ആകാൻ പോന്നു. അല്ല, ഇവര് അപ്പുറത്തെ വീട്ടുകാർ അവരെപ്പോഴാണ് പോയത്? അതെ. അല്ല, ഞാൻ ചോദിക്കുന്ന അതല്ലേ ശാന്തേ, ഇവരെപ്പോഴാണ് പോയത് തൊട്ട വീട്ടുകാര് ടീച്ചറൊക്കെ? ഇല്ല. ഞങ്ങൾ പോകുമ്പം ചെറിയ മകള് ഗൾഫിൽ നിന്ന് അതിലൊക്കെ ഉണ്ട്. തട്ടിപ്പൊട്ടിച്ചാലുണ്ട് അതിനകത്തൊക്കെ. നാളികേരം കൊപ്പരയായിട്ട് തെങ്ങിൻ്റെ മുട്ടിലെല്ലാം വീണ് കിടക്കുക. അതങ്ങ് വലിച്ചു കളഞ്ഞൊരു ശാന്തേ. ശാന്തേ, ആ ചട്ടിയിൽ എല്ലാം അങ്ങ് വലിച്ചു കളഞ്ഞു. എല്ലാം ഉണങ്ങിയ വേറെ വയ്ക്കാം. ഇപ്പോൾ വെക്കണ്ട, വലിച്ചു കളഞ്ഞേര്. വലിച്ചേര്, വേണ്ട. അത് എനിക്ക് പൊക്കി വലിക്കാൻ വയ്യ. ഇല്ല, അത് പുതിയത് വെക്കാനാ. ഒരു വസ്തുവിനും ഇല്ലത്. എത്രയോ നാളായെന്നറിയാം. കായേ ഉണ്ടായിട്ടില്ല, തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അയ്യോ, ഒരു അത്ഭുതമുണ്ട് കേട്ടോ ശാന്തേ. വന്നപ്പോഴേ കാന്താരി മുളക് എത്രയാണ്? പഴുത്ത് നിൽക്കുക. ചുറ്റുവട്ടം പഴുത്ത് താഴെ എല്ലാം കൊഴിഞ്ഞു വീണ് കിടക്കുക. മുളയ്ക്കട്ടോ.
അതെ 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 അതെ. ആ നാളികേരമൊക്കെ ശാന്ത കൊണ്ടുപോയിക്കോ കേട്ടോ. ആ അതെ 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 അതെ. മുളകെല്ലാം കൊഴിഞ്ഞു പോയി. കാന്താരിയുടെ മുളക് മുഴുവൻ ഇങ്ങനെ അത്തപ്പൂ ഇട്ട പോലെ കിടക്കുകയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അതെ അതെ ആയിക്കോട്ടെ. അപ്പോൾ ശാന്ത ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ പണിയാണ്. ഒരു ഒരു ദിവസത്തെ പണിയാണ് ശാന്തയ്ക്ക്. പിന്നെ അങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ വിളിച്ചൊക്കെ നീറ്റാക്കിക്കും. ഇവിടെ എല്ലാം നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇവിടെ അയൽ കാർപോർട്ടിൽ 2 കാർപോർട്ടിലെ അയ മുഴുവനും തുണികൾ കിടക്കുകയാണ്. ഇനി ഒരു 4-5 പ്രാവശ്യം കൂടി ഇട്ടാലേ ശാന്തയെ തുണി തീരുള്ളൂ. അന്ന് അതെ ഇട്ടു. എന്നാലും എനിക്ക് ഇട്ട് കഴുകി വെച്ചിരിക്കുന്നതായാലും എനിക്ക് എല്ലാം വാരി വലിച്ചൊന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിയിടണം, ഒന്ന് തിരിച്ചിടണമെന്ന് തോന്നുക. ഇത്രയും ദിവസം കിടന്നതല്ലേ. നീ കണ്ട ആ ബക്കറ്റിലേതേ ഞാൻ നട്ട് വളർത്തിയതായിരുന്നു. അത് പറിച്ചോ? എന്താ അറിയാം, ഇതില്ലേ സ്ലേറ്റ് തുടയ്ക്കുന്ന ഇത് മഷിത്തണ്ട്, അത് ഞാൻ നട്ടിരുന്ന എന്തിനായിരുന്നറിയാം? തോരൻ വയ്ക്കാൻ. അത് നല്ലതാണ് തോരൻ വയ്ക്കാൻ. ആ ബക്കറ്റിൽ നീ ഇപ്പോൾ വലിച്ചു കളഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നലെ അച്ഛൻ പിന്നെ ഇത് അതിനകത്തൊക്കെ പുല്ല് വലിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഞാനേ നട്ട് വളർത്തിയിരിക്കുന്നത് അത് കളയല്ലേ. ഇത് മഷിത്തണ്ടല്ലേ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു മഷിത്തണ്ടേ തോരൻ വെക്കാൻ ഒന്നാന്തരവാ ശാന്തേ. അയ്യോ ഈ മഷിത്തണ്ട് തോരൻ വയ്ക്കാൻ ഒന്നാന്തരം. ഞാൻ എവിടുന്നോ കൊണ്ടുവന്ന് ചട്ടി വെച്ച് അതാണ് അങ്ങനെ തിക്കായിട്ട് നിന്നത്. അതെ 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 അതെ. അത് സാരമില്ല കേട്ടോ, കുഴപ്പമില്ല. ഇനിയും കിളുക്കും. ഞാൻ നാളെ മറ്റന്നാളോ ഇവർക്ക് തോരൻ വെച്ച് കൊടുക്കണം. അതാ ഒരു പൂച്ചക്കുട്ടി വന്നിരിക്കുന്നു. ഇത് എവിടത്തെയാ? അതാ കയറിപ്പോയി. എൻ്റെ മോൻ്റെ അവിടെ, രണ്ടാമത്തവൻ്റെ അവിടെ നല്ല ചന്തമുള്ള ബ്ലാക്കിന്ന് പറഞ്ഞു. ആ ഞാൻ കൊണ്ടുവച്ചതാ ശാന്തേ. അല്ല വെറ്റിലക്കൊടി കൊണ്ട് കുരുമുളകും ഉണ്ട്. അത് ചെറുത് വെറ്റിലക്കൊടിയാ. ആ ഞാൻ വെറ്റിലക്കൊടി വെച്ചതാ കേട്ടോ. നീ അറിയാതെ വലിച്ചു കളയണ്ട കേട്ടോ. അതെ 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 അതെ. ഇനിയിപ്പോൾ രഥയൊക്കെ പോയാലും ഇവിടുന്ന് നിനക്ക് വെറ്റില പറിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. ഇന്നത്തെ പ്രഭാതം ശാന്തയെ കൊണ്ട് ധന്യമാണ്. ഇന്ന് ശാന്ത എനിക്കത് ഏതായാലും ഇന്ന് ശാന്തയുള്ളതുകൊണ്ട് നല്ല സന്തോഷമാണ്. അയ്യോ ശാന്തയെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ലേശം പൊട്ടിച്ചിട്ട് എല്ലാ കവറുകളും ഉണ്ടായിരുന്നു, മുഴുവൻ പൂത്ത് നാശമായിപ്പോയി. എല്ലാം കളയുമായിരുന്നു. കഴിഞ്ഞ മാസം മേടിച്ച സാധനങ്ങളെല്ലാം ഒരു ഇത്തിരിച്ച കട്ട് ചെയ്തിട്ട് എന്നാൽ ഡബ്ബയിൽ ഇട്ട് വെച്ചിരുന്നത് പോവുകയല്ലായിരുന്നു. അവളെന്ത് ചെയ്തു, ഇത്തിരിച്ച സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുത്തു. മുഴുവനും ഒരു 1/4 കിലോ ജീരകം, പെരുംജീരകം 2 കവറ്, അതാണ് സോയാ ചങ്കിനെ വെച്ച് എടുത്തതാണ്. അങ്ങനെ ഓരോന്നുമായിട്ട് അതൊരു ചെടിയാണ് കേട്ടോ, അതിനിടയിലുണ്ട്. അല്ല എവിടെ നിന്നായിരുന്നു ഇത് കിട്ടിയത്? രാധയുടെ അവിടുന്ന്. ഇല്ല രാധയുടെ അവിടുന്നല്ല, രാധയുടെ അവിടുന്ന് പണ്ട് കിട്ടിയായിരുന്നു, അത് പോയി. രാധയുടെ അവിടെ വെറ്റിലക്കൊടി ഉണ്ടല്ലോ, പണ്ട് എനിക്ക് രാധയുടെ അവിടുന്ന് കിട്ടി, എനിക്ക് ഓർമ്മയില്ല. അത് ഇത് വേറെ അവിടുന്ന് ആരോ തന്നു. ലതയുടെ അവിടുന്ന് തന്നെ. ലതയുടെ അവിടുന്ന് തന്നെ. അങ്ങനെ പിടിച്ച് കിട്ടിയാൽ വരും. അത് പണ്ടങ്ങാണ്ട് കൊണ്ട് വെച്ചതാണ്, ഇപ്പോഴത്തെ മുളച്ച് വന്നിരിക്കുന്നല്ലേ. രാധയുടെ അവിടെ ഉണ്ടോ നിറയെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു രാധയുടെ അവിടെ. ഞാൻ കുറേ ആയി രാധയുടെ അവിടെ പോയിട്ട്, ഇപ്പം 3-4 മാസമായി. ഇനിയൊക്കെ മേടിക്കണമല്ല. ഈ ചട്ടികളിലെല്ലാം നമുക്ക് വലിച്ചു കളഞ്ഞു വെച്ച് വെക്കണം. എൻ്റെ മഷിത്തണ്ട് നീ എവിടോട്ടാണ് വലിച്ചു കളഞ്ഞത്? അത് വേണ്ട പോട്ടെ. പക്ഷെ നന്നായിട്ട് വളർന്ന് കണ്ടില്ലേ? അതിനകത്ത് ഞാൻ ചാരമൊക്കെ ഇട്ട് വളർത്തുകയായിരുന്നു. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് നിന്നതേ. അപ്പോൾ പിന്നെ അത് അഴുക്കൊന്നും ഇല്ലല്ലോ. എന്താ പുല്ല് വെച്ച് പിടിപ്പിച്ചെന്ന് തോന്നില്ലേ? മക്കളുടെ അവിടെയൊക്കെ നിറയെ നല്ല നല്ല പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടാ. അപ്പം ടീച്ചർ വെച്ച് പിടിപ്പിച്ച മഷിത്തണ്ട. അത് വയ്ക്കാം, അതിൽ തന്നെ നമുക്ക് വയ്ക്കാം കേട്ടോ. അതിപ്പോൾ ബാക്കിലോട്ട് പോയാൽ എത്ര വേണേൽ കാണും.
അതെ 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 അതെ. മണത്തക്കാളിയും പിന്നെ എന്തോ അതിൻ്റെ പേര് മറന്നല്ലോ, പനിക്കൂർക്കയും ഒന്നും വലിച്ച് കളയരുത് കേട്ടോ. അതാർക്കും അറിയില്ല. കാരണം എന്നാണെന്നറിയോ, അത് അധികം ആരും അത് തിന്നാൻ ഉപ്പേരി വെക്കില്ലല്ലോ, അതുകൊണ്ടാണ് അതറിയാതെ പോയി. പിന്നെ ഇന്നപ്പോൾ അങ്ങനെ ഇന്നെനിക്ക് രാവിലെ എനിക്ക് കോറ, അച്ഛന് പുട്ട് ഒക്കെയാണെന്ന്, പുട്ടും ചെറുപയറും. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം. ഇനിയിപ്പം അങ്ങോട്ട് ഉച്ചക്കത്തെയും വൈകിട്ടത്തെയൊക്കെ കാര്യങ്ങൾ. അതെ, ഇനിയിപ്പോൾ ഇന്ന് ചൂട കിട്ടി രാവിലെ, ചൂട മീൻ ചൂട കിട്ടി. അത് അതെനിക്ക് ഒരുപാട് നേരം നിന്ന് നന്നാക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു പിടിയേ എടുത്തുള്ളൂ, ബാക്കി അങ്ങനെ എടുത്തു വെച്ചു. അത് നെത്തോലി പോലെ അല്ല ശാന്തേ. നെത്തോലി ആണെങ്കിൽ നമുക്ക് തലയും വാലും നുള്ളി ആ കുടലും കളഞ്ഞാൽ മതി. ഇത് നിറയെ ചൂടയ്ക്ക് നിറയെ ചെതുമ്പല അല്ലേ, നിറയെ ചെതുമ്പല. കണ്ടാൽ ചൂരയല്ല, ചൂട. നെത്തോലി പോലുള്ള വേറൊരു മീൻ. ചൂര ഇവിടെ മേടിക്കില്ല. അയ്യോ ഇവിടെ ഇഷ്ടമല്ല, പക്ഷേ നല്ല മീനാത്രേ ചൂര. പക്ഷേ ചൂര ഇവിടെ മേടിക്കുക. ഏത്? ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും വേണ്ട. ഇനിയും അതെ, ഈ മതിൽ ഇങ്ങനെ അവരൊന്ന് ഞാനിത്ത എന്ത് പറഞ്ഞു? ആർക്കൊഴിവ്? അയ്യോ, അത് 10, 25, 30 കൊല്ലമായില്ലേ ആ മതിൽ അങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ ഇവർ ഒഴിവില്ലാതെ ഇവിടെ മതിൽ തേക്കാൻ ആൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അന്ന് ഇവിടെ ഒരു വണ്ടി മണൽ മേടിച്ചിട്ട് തേക്കാനൊരു ശകലം ഇടയില്ല ഇവിടെ തേക്കാനുണ്ടായിരുന്നു. അത് തേക്കാനായിട്ട് ഒരു വണ്ടി കുറച്ച് ഇറക്കാൻ പറ്റില്ല ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി. ശാന്തയ്ക്കറിയത് അത് ഇവിടെ കിടന്നത് മണൽ. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു 2 ചാക്ക് സിമൻറ്റും കൂടെ ഞങ്ങൾ മേടിച്ച് ചെയ്തോട്ടെ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോൾ അവർ, അത് ടീച്ചറെ ഞങ്ങൾക്ക് ചെയ്യാമല്ലോ, പിന്നെ ഞങ്ങൾ ചെയ്യിച്ചോളാം, ആളെ കിട്ടണമെന്ന് പറഞ്ഞു. ഇത്ര 10-25 കൊല്ലമായിട്ട് ആളെ കിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ശാന്തയെ പോലെയോ അല്ലെ കമലത്തിനെ പോലെയോ ആരെയും വിളിച്ച് കൂലി കൊടുത്തല്ലേ ഇപ്പോൾ ഈ മതിലിങ്ങനെ വൃത്തിയാക്കുന്നത്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഇത്രയും സ്ഥലം നമ്മൾ നന്നായിട്ട് തേച്ച് പെയിൻറ്റും ചെയ്ത് ഇട്ടിരിക്കുന്നിട്ട് നമ്മുടെ ഈ സൈഡ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക്, എന്നോട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്നു, ചേച്ചി അത്ര ഇടം എന്താ അങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. നമുക്ക് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കേ. ഇതൊക്കെ നമ്മൾ അയൽവക്കത്തെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഞങ്ങൾക്ക് വൃത്തികേടാണെന്നുള്ളത് നമ്മൾ അവരോട് ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് പറയുന്നത് ഞങ്ങൾക്കിത് വൃത്തികേടായിട്ട് തോന്നുന്നു. എല്ലാവരും വരുമ്പം ചോദിക്കുന്നു. മോളെ, പെണ്ണിനോടും പറഞ്ഞു, മോളെ ഒന്ന് ഇത് ഇത്തവണ കുട്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് ഇതാക്കുക, അല്ലേ ടീച്ചറൊക്കെ ചെയ്തോട്ടെ. ഇല്ല ആൻറ്റി, ഞങ്ങൾ ചെയ്തോളാം എന്ന് ആ കൊച്ച് മരുമോള്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ആ തേക്കട്ടെ. ഇനി ഇവരോട് പെർമിഷൻ ചോദിക്കുകയല്ല. മണലും എന്താ അതിൻ്റെ പേര്, സിമൻറ്റും വാങ്ങിച്ച് 2 പേരെ നിർത്തി. അതായത് ശാന്തമയ്ക്കാരും അത് തേക്കാം അല്ലേ, അത്ര ചന്തമൊന്നും വേണ്ടല്ലോ അതിൽ. അതെ അതെ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിൽക്കുമ്പോൾ ആ മതിൽ ചിരണ്ടിത്താ കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നാൽ ശാന്തമ്മയെ തൽക്കാലം നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന്. ഫ്രണ്ട് വരും, ഫ്രണ്ട് വന്നാലേ ശാന്തമ്മയെ കാണുള്ളൂ. എവിടെ? ഇങ്ങോട്ട് നീങ്ങിക്കൂ. ഒരു ഹായ് പറ, ഹായ് എന്ന് പറ. അതെ അതെ, ശാന്തമ്മ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് വീഡിയോ ഇടും. ശാന്തമ്മയുടെ മോന് കാണാൻ, മോൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടോളാൻ, ഫോണിൽ ഞാൻ കണ്ടോളാൻ ടീച്ചറെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കതൊക്കെ ഒരു സന്തോഷം. ഇവരൊക്കെ വെറും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ വലിയ സന്തോഷങ്ങളാണ്. നമ്മളപ്പോൾ അതെ ശാന്തമ്മ അതേന്നും കൂടെ. അപ്പോൾ ഓസ് പോലും ഇനി ഓരോ സ്ഥലത്തുനിന്ന് വാരി എടുക്കണം. ഓസൊക്കെ അവിടെ ഇവിടെ എല്ലാം കിടക്കുക. അപ്പോൾ ശരി ശാന്തേ, അപ്പോൾ ബായ്. നമുക്കിന്നത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരു വരും